ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്നും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറലാണ് എന്നുണ്ടെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമും സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ വെർബിൻ്റെ എസ് ഫോമുമാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ദേ ഗോ ടു സ്കൂൾ എന്നുള്ള ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ സബ്ജക്റ്റ് ഏതാണ്? ദേ ഏതാണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. ദേ ഗോ എന്നുള്ള V1 ആണ് വന്നത്. ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോകുന്നു. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഗോയിൽ നിന്ന് V1 എന്താ ഉണ്ടാകുക? വെർബിൻ്റെ V1 ഡു എന്ന ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ലേ. ആ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ദേ ഡു ഗോ ടു സ്കൂൾ എന്നായി അല്ലേ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ആ ഡൂവിൻ്റെ അപ്പുറത്ത് ഒരു നോട്ട് ചേർത്തിട്ട് ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്നാക്കി. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവർ സ്കൂളിലേക്ക് പോകുന്നില്ല. ദേ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലേക്ക് പോകുന്നു. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലേക്ക് പോകുന്നില്ല. പിന്നീട് നമ്മൾ ഏതാ പഠിച്ചത്? ആ ഡൂവിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട്, അഥവാ സബ്ജക്റ്റിൻ്റെയും അപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഡു ദേ ഗോ ടു സ്കൂൾ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിച്ചു അല്ലേ. ആ ഡൂവിനെ എന്താ ചെയ്തത്? സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഡു ദേ ഗോ ടു സ്കൂൾ എന്നാക്കി മാറ്റി. എന്താ അതിൻ്റെ അർത്ഥം? അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ലൈന് നോക്കൂ. ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ. ഡോണ്ട്, ഡൂവിൻ്റെ അപ്പുറത്ത് നോട്ട് ചേർത്തിട്ടുള്ള ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവർ സ്കൂളിലേക്ക് പോകുന്നില്ലേ, ഇല്ലേ, നെഗറ്റീവാണ് അല്ലേ. ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോകുന്നില്ലേ എന്നാണത്. പോകുന്നില്ലേ, ഇല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ഫോമാണ് അവിടെ വന്നത്. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഡൂവിൻ്റെ അപ്പുറത്ത് നോട്ട് ചേർത്തിട്ട് ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്നും ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പിരിച്ചെഴുതിയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബിനോട് കൂടി നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോകുന്നില്ലേ. ഇനി അടുത്ത് നോക്കൂ, സബ്ജക്റ്റ് സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ V1S ആണ് വരിക അല്ലേ. വെർബിൻ്റെ എസ് ഫോമാണ് വരിക. അപ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വന്നത്. ഷീ ഗോസ് ടു സ്കൂൾ, ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഗോസിൽ ഏത് ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാകുക? ഡസ്സിലെ എസ് ഫോമിൽ, വെർബിൻ്റെ എസ് ഫോമിൽ ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബാണ് ഉണ്ടാകുക. അപ്പോൾ ഷീ ഡസ് ഗോ ടു സ്കൂൾ എന്ന് നമ്മൾ എഴുതി. പിന്നീട് എന്താ ചെയ്തത്? ആ ഡസ്സിൻ്റെ അപ്പുറത്ത് നോട്ട് ചേർത്തിട്ട് ഷീ ഡസൻ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നില്ല. ഷീ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഷീ ഡസൻ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് പോകുന്നില്ല. അടുത്ത് നോക്കൂ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഡസ് ഷീ ഗോ ടു സ്കൂൾ. ആ ഡസ്സിനെ നമ്മൾ എന്താ ചെയ്തത്? സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു അല്ലേ. ഡസ് ഷീ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്ന് വന്നു അല്ലേ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഡസൻറ്റ് ഷീ ഗോ ടു സ്കൂൾ. ആ ഡസിൻ്റെ അപ്പുറത്ത് നമ്മൾ നോട്ട് ചേർത്തു. ഡസൻറ്റ് ഷീ ഗോ ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നില്ലേ. ഡസൻറ്റ് ഷീ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവൾ സ്കൂളിലേക്ക് പോകുന്നില്ലേ എന്നുള്ളൊരു ഇല്ലേ എന്നുള്ള നെഗറ്റീവ് ഫോമാണ് വന്നത്. ഇപ്പോൾ ഡസ് ഷീ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ. ഡസൻറ്റ് ഷീ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാലോ അവൾ സ്കൂളിലേക്ക് പോകുന്നില്ലേ. ഇനി നോക്കൂ, ദേ കുക്ക് ബിരിയാണി എന്നുള്ള സെൻറ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആ കുക്കിൽ നിന്ന് ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതില്ലേ. ദേ ഡു കുക്ക് ബിരിയാണി. പിന്നെന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ആ ഡൂവിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്ന് ഡു ദേ കുക്ക് ബിരിയാണി എന്നെഴുതി. എന്താ അതിൻ്റെ അർത്ഥം? അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നാണ് വന്നത് അല്ലേ. ഡു ദേ കുക്ക് ബിരിയാണി, അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ. ദേ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർ ബിരിയാണി പാചകം ചെയ്യുന്നു. ഡു ദേ കുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർ ബിരിയാണി പാചകം ചെയ്യുകയാണോ. ഇനി അടുത്ത് നോക്കൂ, ഡോണ്ട് ദേ കുക്ക് ബിരിയാണി. ഡോണ്ട് ദേ കുക്ക്, അപ്പോൾ ഡൂവിനോട് കൂടി നോട്ട് ചേർത്ത് ഡോണ്ട് ദേ കുക്ക് ബിരിയാണി എന്ന് എഴുതുമ്പോൾ എന്താണ് അർത്ഥം വരിക? അവർ ബിരിയാണി പാചകം ചെയ്യുകയല്ലേ, അവർ ബിരിയാണി പാചകം ചെയ്യുകയല്ലേ എന്നാണ് അർത്ഥം വന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഷീ കുക്സ് ബിരിയാണി. ഷീ കുക്സ് ബിരിയാണി എന്ന് പറഞ്ഞാൽ
അവൾ ബിരിയാണി പാചകം ചെയ്യുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് കുക്കിനോട് കൂടി യെസ് ചേർന്നിട്ടുള്ള രൂപമാണ് കേട്ടോ. ഷീ കുക്സ് ബിരിയാണി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ യെസ് ഫോമിൽ നിന്ന് ഏത് ഹെൽപ്പിംഗ് വെർബാണ് നമുക്ക് കിട്ടുക? യെസ് ഫോമിൽ നിന്ന് ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് നമ്മൾ എഴുതിയില്ലേ. ഷീ കുക്സ് ബിരിയാണി എന്നുള്ളതിൽ നിന്ന് ആ കുക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ പിരിച്ചെഴുതിയിട്ട് ഷീ ഡസ് കുക്ക് ബിരിയാണി എന്ന് എഴുതി. പിന്നീടോ ആ ഡസ്സിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്ന് ഡസ് ഷീ കുക്ക് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുകയാണോ എന്നുള്ളൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? ഡസ്സിനോട് കൂടി നോട്ട് ചേർത്ത് ഡസിൻ്റ് ഷീ കുക്ക് ബിരിയാണി, അവൾ ബിരിയാണി പാചകം ചെയ്യുകയല്ലേ, അവൾ ബിരിയാണി പാചകം ചെയ്യുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ഫോം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.